വടകര ജമാഅത്ത് പള്ളിയുടെ അകത്തുള്ള പള്ളി നമുക്ക് കാണാം. മിമ്പറ നമുക്കിവിടെ കാണാം. അകത്തെ പള്ളിയാണിത്. അപ്പോൾ നേരത്തെ നമ്മൾ ഇത് കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം കൂടി നമുക്ക് നോക്കാം. അകത്തെ പള്ളി പഴയ രീതിയിലുള്ള ആ പള്ളി ഇപ്പം നമുക്ക് കാർപ്പറ്റ് പിരിച്ചിട്ടുണ്ട് എന്നൊരു വ്യത്യാസമേ ഉള്ളൂ. നമുക്ക് നല്ല വൃത്തിയാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് പള്ളിക്കകം. അപ്പോൾ പഴയ ആ തനിമ നമുക്കിവിടെ കാണാം. മേലേക്കുള്ള ഗോവണിപ്പടി കാണാം. അത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ പരിസര പ്രദേശങ്ങൾ നമുക്കൊന്ന് കറങ്ങി നോക്കാം. മൊത്തത്തിലുള്ള പള്ളിയുടെ അകമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പരിസര പ്രദേശം, ഇവിടെ ഒരു വലിയൊരു മക്ബറയുണ്ട്. ഒരു മഹാൻ്റെ പഴയകാല കാളിയായിരുന്നു അദ്ദേഹം. അതിൻ്റെ മക്ബറയുണ്ട്. നമുക്ക് അവിടെ പോയിട്ടൊന്ന് സിയാറത്ത് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ഈ പരിസരത്തൊന്നും ഇങ്ങനെ ചുറ്റിക്കറങ്ങിയിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാൻ, കൂടുതൽ ലെങ്ത് ഇല്ലാത്ത രീതിയിൽ. പള്ളീൻ്റെ അകം നമ്മൾ കാണുന്നുണ്ട്. ഇതാണ് പള്ളിക്കകം. നല്ല വൃത്തിയാത് പരിസര പ്രദേശങ്ങൾ നമ്മൾ പുറത്തിറങ്ങിയിട്ടുള്ളൊരു ദൃശ്യമാണിത്. അതിൻ്റെ പരിസരത്തുള്ള ബിൽഡിങ്ങുകളും അതേമാതിരി കെട്ടിടങ്ങളൊക്കെ പഴയ കാലത്തുള്ള രീതിയിലുള്ള കെട്ടിടങ്ങളും ഓടും. നമ്മൾ പഴയ സ്മാരകങ്ങൾ തേടിയുള്ള യാത്രയാണ്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ പഴയ വീടുകളും പഴയ സ്മാരകങ്ങളും കാണുന്നുണ്ട്. ഇതുവഴി നേരെ പോയാൽ നമുക്ക് കടപ്പുറത്താന്ന് പറഞ്ഞു. കടപ്പുറത്ത് പോയി നോക്കാം. അവിടെ പള്ളികളും പഴയ സ്മാരകങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. ഇതൊരു പഴയ വീടാണ്. പഴയകാല മാളിക വീടുകളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇത് കാണുമ്പോൾ നല്ല ചന്തമുണ്ട്. നമുക്ക് നേരിട്ട് പോയിട്ട് നേരിട്ട് ദർശിക്കണം. അപ്പോഴേ ഇത് ഇവിടെ തൊട്ടടുത്തുള്ളൊരു പള്ളി തന്നെയാണ്. ഈ പ്രദേശത്ത് ഒരുപാട് പള്ളികളുണ്ട് തൊട്ടടുത്തുള്ള പഴയകാല പള്ളികളാണ്. അപ്പോൾ ഇത് തൊട്ടടുത്തുള്ളൊരു പള്ളിയാണ്. ആ പള്ളിയുടെ കുളമാണ് നമ്മൾ കണ്ടത്. ഇതിൻ്റെ പരിസരത്താണ് നമ്മുടെ കുളം കണ്ടത്. ആ കുളം എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നമ്മളെ ചെങ്കൽ കൊണ്ട് കെട്ടിയുണ്ടാക്കിയതാണ്. പഴയകാലത്ത് നിർമ്മിച്ച കുളങ്ങളും അതുപോലെ തന്നെ കെട്ടിടങ്ങളൊക്കെ അതിൻ്റെ ഭംഗിയുണ്ട്. നമുക്ക് നേരെ കാണുന്നത് കടലാണ്. ഈ കാണുന്നത് ഇവിടെയൊക്കെ പഴയ കെട്ടിടങ്ങളാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. അതുമാതിരി തന്നെ ചെറിയ ചെറിയ കെട്ടിടങ്ങൾ, വലിയ കെട്ടിടങ്ങളാണ്. നമുക്കതിൻ്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാനും മനസ്സിലാക്കാനും കഴിയുകയുള്ളൂ. അപ്പം നമുക്കിവിടെ കാണാം, ഇതൊക്കെ പഴയ കെട്ടിടങ്ങളാണ്. ഇവിടെയൊക്കെ പഴയ സ്മാരകങ്ങളുടെ ഒരു കൂമ്പാരാണ്. എവിടെ നോക്കിയാലും പഴയ സ്മാരകങ്ങളും പഴയ കെട്ടിടങ്ങളും പഴയ കാലത്തെ വീടുകളും അവിടെ കാണുന്നത്. കോഴിക്കോട് വടകര എന്നുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് മുന്നോട്ട് നമുക്ക് പോയി നോക്കാം ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്താണെന്ന്. ഇവിടെ ഒരു പഴയ കെട്ടിടം കാണാം. അതുപോലെ തന്നെ ഇവിടെ ഒരു 11 ആളുകൾ അന്തി ഉറങ്ങുന്നൊരു മക്കാമാണിത്. അതുപോലെ തന്നെ നമ്മളെ പഴയ ജമാഅത്ത് പള്ളിയാണ്. നമ്മൾ നേരത്തെ കണ്ട പുറത്തുനിന്നുള്ള കാഴ്ചയാണ്. ഇതിന് തൊട്ടടുത്താണുള്ളത് ഒരു ഖാദിയുടെ മക്കാമാണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് പോയി നോക്കാം. ഇവിടെ നമുക്ക് സിയാറത്ത് ചെയ്തിട്ട് വരാം. ഇത് പള്ളിയുടെ ഖബർസ്ഥാനം. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا السلام القرية جاء المرسلون إذا أرسلنا إليهم اثنين فكذبوهما فعددنا ثالث وقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وآيهم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم وسبق الصراط فأنى يبصرون ولو نشاء لمسخناهم إلى مكان يبصرون ما بالسماوات والأرض والعزيز الحكيم آخر وسلم ثم إلى حضرة الروح من دفن في هذه المغفرة خاصة اللهم ارحم يا رب ربته وعنش وعشته وأحمن روته واسكر ربته ونور معلته ربته صلى الله عليه وسلم وجعل نور الكواكب من انس وانيس اللهم ما اتاك به من حسنة تقبل وما اتاك به من سيئات تجاوز عبد الهدار خيرا من داري واخلق خيرا من داري زوجة خيرا من زوجي. ആ ഭാഗം നമ്മൾ കറങ്ങി കണ്ടു. ഇത് തൊട്ടടുത്തുള്ള സാൻഡ് ബാഗ് ബീച്ചാണ്. ആ ബീച്ചിൽ നിന്നുള്ളൊരു കാഴ്ച നമുക്ക് കാണാം. ഈ ബീച്ച് അതിമനോഹരമായൊരു ബീച്ചാണ്. ഇവിടെ അഴിമുഖമാണ്. ബീച്ചും കടലും പുഴയും കൂടി ചേരുന്നൊരു ഭാഗമാണ്.
അപ്പോൾ അത് വിശാലമായി കിടക്കുക. അതിനകത്ത് നല്ലൊരു പാർക്കുണ്ട്. നമുക്ക് പാർക്കിലെക്കാട്ടി ഉപരി ഈ കടൽ പ്രദേശം നല്ല ഭംഗിയാണ് കാണാൻ. ഈ അഴിമുഖം 2 ഭാഗത്തുനിന്നും കടലും പുഴയും ഒന്ന് ചേരുന്നതും, അതുപോലെ തന്നെ ഇതിൻ്റെ കരകളും നടുവിൽ ഒരു ചെറിയ തുരുത്തുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും വളരെയധികം ഭംഗി അറിയിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ കാഴ്ചകൾ. വീഡിയോ കൂടെ നീട്ടുന്നില്ല. ഇനി നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവരിലും എത്തിക്കുക, ഷെയർ ചെയ്യുക, കമൻ്റൊക്കെ ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ എല്ലാവരിലും എത്തിക്കുക, നമുക്ക് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു സമയത്ത് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.